വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷാത്കരിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്ക് നൽകണം? തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണോ? കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും നാട്ടുകാർ പ്രതികരിക്കുകയാണ്. അതൊന്ന് കേൾക്കാം. ഇപ്പോൾ അങ്ങേര് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേർക്ക് പേര് കൊടുക്കായിരുന്നു എൻ്റെ അഭിപ്രായം. നേരത്തെ ഉമ്മൻചാണ്ടിയാണ് ഇതിന് കരാർ ഒപ്പിട്ടോ എന്ന് പറഞ്ഞ് അനുസ്മരിക്കുന്നുണ്ടല്ലോ, അത് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളിയാണ് അതിൻ്റെ തറക്കല്ലിട്ടതും അതിനുവേണ്ടി മുൻകൈ എടുത്തതൊക്കെ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ അതനുസരിച്ച് അങ്ങാരുടെ പേര് തന്നെ ഇടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ന്യായമായ കാര്യം ന്യായം തന്നെ, സാറിൻ്റെ പേര് തന്നെ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. കൊടുക്കണ്ട, കാരണം അവരുടെ പിൻഗാമികളിൽ അതിനെ അനുകൂലിച്ചില്ല, അവർ എതിർത്തവരാണ്. വേണ്ട, എന്തിന് വെറുതെ എതിർത്തവർക്ക് എന്തിനാ പേര്? ഉമ്മൻചാണ്ടി പേര് ഇടണമായിരുന്നു. ഉമ്മൻചാണ്ടിയാണ് ഇതിന് ഊർജ്ജം കൊടുത്തത്. ഉമ്മൻചാണ്ടി പേര് കൊണ്ട് വരണമായിരുന്നു. അപ്പോൾ ഈ സർക്കാരിലെ ഇത് നടപ്പിലാക്കിയത് അന്നേരം ഈ സർക്കാരിൻ്റെ പേരിലല്ലേ വരുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ പേര് വരുള്ളൂ. ഉമ്മൻചാണ്ടി ആയിരിക്കും തുടക്കം കേട്ടോ. അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ പലരും. അങ്ങനെയാണ് നേരത്തെ സർക്കാർ CPM ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആക്കിയോ? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തല്ലേ ഇത് അനുവദിച്ചത്, അതുകൊണ്ടാണ് തോന്നുന്നത് അവരെ കൂടെ ഉൾപ്പെടുത്തി പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പേരാണ് ഏറ്റവും നല്ലത്, വെസൽ എന്നുള്ള പേരാണ് ഏറ്റവും നല്ലത് വിഴിഞ്ഞം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഒരാളെ പേരായിപ്പോയി, വ്യക്തിയുടെ പേരായിപ്പോയി, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ലേ, നമുക്ക് നമ്മുടെ കേരളത്തിൽ യുക്തമായൊരു പേര് കൊടുക്കാം. ഉമ്മൻചാണ്ടി സാർ എന്നുള്ളൊരു പേര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും സാറ് തുടങ്ങി വെച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പരിഗണന കൊടുക്കാമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരിനെ കൊടുക്കേണ്ടത്, കാരണം ഞങ്ങൾക്ക് ഇതിനുണ്ടായിരുന്നു. ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങളെയാണ് കാണുന്നത്. കണ്ടിട്ട് പുള്ളിയോട് പറയായിരുന്നു സാർ ഇങ്ങനെ എഴുതണം, പുള്ളി അതിന് മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണം നല്ലത്, അത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേര്, ഉമ്മൻചാണ്ടിയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ചെയ്യണം. പക്ഷെ നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുമ്പോഴത്തേക്കും വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നുള്ള ആ പേരാണ് ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ ആദ്യമേ ഇതിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കണം. ഇനി അങ്ങനെ ഒരു മരണം അങ്ങനെ ഒരാളുണ്ടാകത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഔദ്യോഗികമായ കർമ്മങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശങ്ങൾ ഏറ്റിട്ടുണ്ടതിനാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായി പങ്കാളിയാക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത് ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പേര് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ആരുടെ പേര് വേണമെങ്കിലും വെച്ചോട്ടൊന്നും, ആരുടെ പേര് അവിടെ ഉണ്ടാക്കിയ ഈ സാധനം കഷ്ടപ്പെട്ടവരുടെ പേര് വെച്ചോട്ടെ.